നമസ്കാരം കഥാസരിത് സാഗരം പ്രേക്ഷകരെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഒരു അനശ്വര വീരന്റെ കഥ. ജനനം മുതൽ മരണ വരെ നീതി, ധർമ്മം, വിശ്വാസം, ദാനവീരത എല്ലാം ഒരുമിച്ച് നിറഞ്ഞ കഥ. അവന്റെ പേർ കർണൻ. സൂര്യദേവന്റെ പുത്രനായി ജനിച്ചിട്ടും ലോകം അവനെ അകറ്റി. ഒരു സാരഥിയുടെ മകൻ എന്ന നിലയിൽ അവന്റെ ജീവിതം യുടെ നിരന്തരം പ്രഹാസം അനുഭവിച്ചു. കുട്ടിക്കാലത്ത് തന്നെ കർണന്റെ കഴിവുകൾ അത്ഭുതപ്പെടുത്തിയത്. ചെറുപ്പത്തിൽ അവൻ തങ്ങളുടെ നാട്ടിലെ ശക്തി പരീക്ഷണത്തിൽ പങ്കെടുക്കുകയും വലിയ കുട്ടികളെയും കരയാവൽ ചെയ്ത് ജയിക്കുകയും ചെയ്തു. മറ്റൊരു ദിവസം അവൻ സ്വന്തം രക്തബന്ധികളെ പോലും രക്ഷിക്കാൻ തയ്യാറായിരുന്നു. അത് എല്ലാവർക്കും കർണന്റെ ധൈര്യവും നീതിയും തെളിയിച്ചു. പരശുരാമന്റെ വിദ്യാർത്ഥിയായി കർണൻ എത്തുമ്പോൾ അവൻ തന്റെ വിശ്വാസവും ധൈര്യവും തെളിയിക്കാൻ തന്ത്രങ്ങൾ ഉപയോഗിച്ചു. കള്ളം പറഞ്ഞിട്ടും ഗുരു അറിഞ്ഞില്ല, കാരണം അവൻ തന്റെ വിദ്യാഭ്യാസത്തിന് ജീവിതം സമർപ്പിച്ചിരുന്നു. അവന്റെ കഠിന പരിശ്രമവും ആത്മസംയമനവും അവനെ പരശുരാമന്റെ പ്രിയ ശിഷ്യനാക്കി. പക്ഷേ അതേസമയം അവൻ ലഭിച്ച ശാപം, കവചവും കുണ്ടലവും നഷ്ടമാകും അവന്റെ ഭാഗ്യത്തിനെല്ലാം തടഞ്ഞു. കൂടാതെ കർണന്റെ ധൈര്യം പലരും മറന്നുപോയ കഥകളിൽ കാണാം. പാണ്ഡവരെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ അവൻ സ്വന്തം രഥവും ആയുധങ്ങളും നൽകുകയും യുദ്ധസേനയ്ക്ക് സഹായം എത്തിക്കുകയും ചെയ്തു. ഭാനുമതിയുമായുള്ള ചതുരംഗം കളിയിൽ അവളുടെ വസ്ത്രത്തിലെ മുത്തുകൾ പൊട്ടി നിലത്ത് ചിതറി വീണത് ദുര്യോധനനും കർണനും തമ്മിലുള്ള വിശ്വാസത്തിന്റെ സിംബോളായി മാറി. ബാല്യകാലത്ത് തന്നെ കർണന്റെ സ്നേഹവും വിശ്വാസവും തെളിയിക്കുന്ന നിരവധി സംഭവം ഉണ്ടായിരുന്നു. ഒരിക്കൽ സ്വന്തം രഥത്തിനുള്ള ചക്രങ്ങൾ തകരാറിലായപ്പോൾ അവൻ ഒരു യോദ്ധാവിന്റെ പോലെ ത്യാഗം കാണിച്ചു. പിണ്ഡം ചിതറി നിൽക്കുമ്പോഴും പോരാട്ടം അവസാനിപ്പിച്ചില്ല. മറ്റൊരു ദിവസം പാണ്ഡവർക്ക് അവന്റെ ധനം, ആയുധം, സ്വർണം എല്ലാം നൽകുകയും സ്വയം ശൂന്യനായി പോകുകയും ചെയ്തു. അതാണ് കർണനെ ഒരു പരമ ദാനവീരനായി മാറ്റിയത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ധർമ്മവും സൗഹൃദവും തമ്മിൽ കുടുങ്ങിയ അവൻ പാണ്ഡവർ സഹോദരന്മാരായിരിക്കും എന്നും അറിഞ്ഞിട്ടും ദുര്യോധനനെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. യുദ്ധത്തിന് മുന്നോടിയായി അവന്റെ രഥവും ആയുധങ്ങളും ശക്തിയായി സജ്ജമാക്കിയെങ്കിലും നിരവധി തവണ ദുർഭാഗ്യങ്ങൾ, ശാപങ്ങൾ, യന്ത്രങ്ങൾ അവനെ തടഞ്ഞു. എന്നാൽ അവൻ ഒരിക്കലും കുർമിച്ചില്ല. കുറഞ്ഞ പ്രായത്തിൽ തന്നെ അഭിമന്യു പോലുള്ള യുവവീരരെ വെല്ലുന്ന ധൈര്യം, തന്റെ ശക്തി തെളിയിച്ച കർണന്റെ വീര്യവും പിതാവിനോടുള്ള സ്നേഹം, യുക്തിയും ധൈര്യവും ഇതെല്ലാം ഒരു മനുഷ്യന്റെ അതുല്യ പ്രതിഫലനമാണ്. അവസാന നിമിഷം ചക്രം കുടുങ്ങിയപ്പോൾ, രഥം തകരാറിലായപ്പോൾ, ശത്രുക്കളുടെ ചുറ്റുപാടുകൾക്കിടയിലും കർണൻ തന്റെ ധൈര്യവും ധർമ്മവും പൂർണ്ണമായി പാലിച്ചു. അവന്റെ വീര്യം, വിശ്വാസം, ദാനവീരത, ത്യാഗം എല്ലാം ഇന്നും നമ്മെ പഠിപ്പിക്കുന്നു. ധർമ്മം വെളിച്ചമായിരിക്കും, പക്ഷേ ജീവിതത്തിൽ വിശ്വാസവും സമർപ്പണവും ആവശ്യമാണ്. കർണൻ വില്ലനോ പരാജിതനോ അല്ല, അവൻ ഒരു മഹാനായ വിശ്വാസം, ധൈര്യം, ധർമ്മം, സ്നേഹം എല്ലാം ഒരുമിച്ച് നിറഞ്ഞ മനുഷ്യൻ. ഇവിടെയാണ് കർണന്റെ കഥ അവസാനിക്കുന്നത്. എന്നാൽ ഈ വീരന്റെ ത്യാഗവും വിശ്വാസവും ഇന്നും നമ്മെ ചിന്തിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായാൽ ചെയ്യാനും ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട മഹാഭാരത് കഥാപാത്രത്തെ യോഗ്യത ചെയ്യൂ. അടുത്ത കഥയിൽ വീണ്ടും കാണാം. കഥാസാരിത് സാഗരത്തിൽ. നമസ്കാരം.